ലോകത്തിലെ ഏറ്റവും അസാധ്യമായ കാര്യം. That was the impossible thing. എന്നാൽ എങ്ങനെയോ നമ്മുടെ മുൻഗണനയ്ക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു. But our priorities have changed. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മുദ്രാവാക്യം, initially the motto that we proclaimed was, അതിന്റെ മുൻഗണനാ ക്രമത്തിലായിരുന്നു. It is in the correct order of things. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. Jesus Christ, saves the sick. രോഗികളെ സൗഖ്യമാക്കുന്നു. Jesus Christ heals the sick. പരിശുദ്ധാത്മാവിനെ നൽകുന്നു. He gives the Holy Spirit. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. This was how we used to say. നേരെ തിരിഞ്ഞ് നമ്മുടെ പ്രാധാന്യം. But these days, we change the order of importance. രക്ഷിക്കപ്പെടാത്തവരുടെ മേലും പരിശുദ്ധാത്മാവിനെ നൽകി അഭിഷേകം എന്ന് പകരുക. So even people who are not saved, they give the Holy Spirit, and this is the kind of priority. ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുറെ രോഗികൾ സൗഖ്യമാകിയാൽ നമുക്ക് സന്തോഷമായി. It doesn't matter if you are not saved, but if some healing takes place, that is the greatest thing that we can. രോഗസൗഖ്യത്തിനും അഭിഷേകം പകരാനും ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൺവെൻഷൻ നടത്തും. People will conduct big conventions, for healing and Holy Spirit filling and those kind of things. മുൻഗണനാക്രമം മറക്കരുത്. But we should not change the order of things. ഏറ്റവും വലിയ കാര്യം പാപികൾ രക്ഷിക്കുന്നു എന്നുള്ള കാര്യമാണ്. Greatest of the things is that people should be saved from their sins. യേശു പാപികളെ രക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. He is deliverance from sin. യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം. The greatest thing that Jesus has done in our life. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. He has made a remission for our sins. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. We need to remember that and praise God for that. നമുക്ക് ലഭിച്ചാലും whatever we may receive other than that, പാപത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ, if you don't have remission for our sins, യാതൊരു പ്രയോജനമില്ല. it is of no use. എന്താ ഏറ്റവും അസാധ്യമായ കാര്യം? What is the most impossible thing? ലോകത്തിലെ ഏറ്റവും അസാധ്യമായ കാര്യമുണ്ടോ? The most impossible thing on the face of the earth. What is that? നമ്മൾ പറയും ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കണേ. We may pray, Lord, make the impossible things possible. ഏറ്റവും അസാധ്യമായി വേദപുസ്തകം പറയുന്ന കാര്യമുണ്ടോ? The most impossible thing the word of God says. ഞാൻ വായിച്ചിട്ട് മനസ്സിലായത്, what I understood from the word of God, ഏറ്റവും അസാധ്യമെന്ന് വേദപുസ്തകം പറയുന്നത്, the word of God says that it is impossible. സങ്കീർത്തന പുസ്തകം 49 വാക്യത്തിലാണ്. Book of Psalms chapter 49. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, the writer of the Psalm says, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, in order to live forever, the brother without seeing the tomb, അവനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയില്ല. He cannot be delivered from death. അവന്റെ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയത്. The price of his redemption is great. അത് ഒരു നാളും സാധിക്കില്ല. That is impossible to accomplish. അപ്പോൾ എന്തോ അസാധ്യമായത്. So what was impossible? അസാധ്യമെന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത്. It is not only that it is said as impossible. അതെന്നും അസാധ്യമാണെന്നാ പറഞ്ഞത്. It is always, forever it is impossible. ഒരു നാളും സാധിക്കില്ലെന്നാ പറഞ്ഞത്. It is not possible any time. എന്താണ് ഒരു നാളും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം? Why is this said that it is impossible forever? ഒരു നാളും സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പാണ്. The redemption of our sins, our sins. That is the thing that നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്നതാണ് ഏറ്റവും അസാധ്യമായ കാര്യം. Paying the price for our sins, that was the impossible thing. എന്നാൽ പൗലോസ് പറയുന്നു, but Paul the apostle says, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ, in order to accomplish things that could not be accomplished by the law, പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ, God has sent in the form of flesh. അവ പാപത്തിന്റെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തമായിച്ചു. Because of sin, in the form of sin, he sent him. നമ്മുടെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. He gave a punishment for our sins. അപ്പോൾ യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തിന് സാധിക്കാത്ത കാര്യം സാധിക്കാൻ. So Jesus Christ came to accomplish things that were not done by the law. ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ന്യായപ്രമാണത്തിൽ സാധിച്ച കാര്യങ്ങളാണ്. The miracles and wonders which I said before were done in the period of the Old Testament. എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞ കാര്യം ഒന്നേ ഉള്ളായിരുന്നു. But there was one thing which was not doable or accomplishable by the Old Testament law. That was the redemption of our. പൗലോസ് പറയുന്നത്, that is why Paul the apostle says, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ യേശു വന്നു. Jesus Christ came to accomplish things which could not be done by the law. പൗലോസ് ഒരുപാട് വേദന അനുഭവിച്ച മനുഷ്യനാണ്. Paul the apostle has suffered so much of pain and agony. പൗലോസ് കടന്നു പോയതുപോലെയുള്ള കഷ്ടങ്ങളിലൂടെ പോയ മറ്റ് അപ്പോസ്തലന്മാരില്ല. There are no other apostles who has gone through the suffering and pain as Paul the apostle has. ഒരുപാട് വേദനകൾ പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. Paul the apostle has suffered so much of wounds and suffering. പൗലോസ് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. He has starved. He has faced starvation, considerably. ഒരുപാട് അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. He has gone through so many dangers and accidents. കാരാഗൃഹത്തിൽ കിടന്നിട്ടുണ്ട്. He was imprisoned many times. ഒരുപാട് മർദ്ദനമേറ്റു.
നേരിട്ടിട്ടുണ്ട്. He has suffered pains and suffering. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിലെല്ലാം Even in these kind of situations, ഒരു സവിശേഷതയുണ്ട് പൗലോസ്. there was something very special about his life. ഒരിക്കൽ പോലും പരാതി പറഞ്ഞില്ല. He never complained or grumbled. പട്ടിണിയെ കുറിച്ച് പരാതി He പറഞ്ഞില്ല. never complained about starvation. തടവിനെ കുറിച്ച് He പരാതിയില്ല. never complained about imprisonment. അടികൊണ്ടതിനെ കുറിച്ച് He പരാതിയില്ല. never complained about the stripes that he received. അവരൊന്നും പൗലോസ് നിലവിളിക്കുന്നില്ല. He is not crying in such a situation. എന്നാൽ പൗലോസ് ഒരിക്കൽ മാത്രം നിലവിളിക്കുന്നുണ്ട്. But at one time, Paul the apostle is weeping. എന്തിനാണ് പൗലോസ് നിലവിളിക്കുന്നത്? Why is he crying at this time? ഒരു പ്രാവശ്യമേ നമ്മളത് കാണുന്നുള്ളൂ. Only in one place and one time we see that. ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് പൗലോസ്. He is weeping and wailing. ഒരു പ്രത്യേക പ്രശ്നത്തിന്റെ മുൻപിലാണ് പൗലോസ് In front of a special problem, Paul the apostle is crying. പൗലോസ് അവിടെ പറയുന്നതാണ്, This is what Paul the apostle says. ഈ മരണത്തിന് അധീനമായ എന്റെ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? Who is going to be delivering me from this body of death? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കുമെന്ന് പറഞ്ഞ് പൗലോസ് നിലവിളിക്കുക. Paul the apostle is weeping, saying that who is going to deliver me from my body, from this body of death? പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, Oh wretched man that I am, ഞാൻ പാപത്തിന് അധീനനായ മനുഷ്യൻ, I am subject to death, ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യൻ, I am sold to sin. പാപപ്രമാണം എന്നിൽ വസിക്കുന്നു, The law of sin is abiding on the inside of പാപപ്രമാണം എന്നെ me. അധീനപ്പെടുത്തുന്നു. It is making me defeated for sin. പൗലോസ് പറയുന്നു, എനിക്കൊരു വിടുതൽ വേണം. I want a deliverance from sin. പൗലോസ് പറയുന്നു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, Paul the apostle says, I have all the desire to do good പക്ഷേ things, അറിയാത്ത തിന്മ എന്നിൽ നിന്ന് വരുന്നത്. but I am only doing things that I detest. ശരി ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാം, I know what is right, പക്ഷെ തെറ്റാണ് എന്നിൽ നിന്ന് വരുന്നത്. but bad things, evil things come out of നന്മ me. ഏതാണെന്ന് എനിക്കറിയാം, I know what is good, പക്ഷെ തിന്മ എന്നിൽ നിന്ന് വരികയാണ്. not only evil things come out of me. ഞാൻ ഇച്ഛിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്, I am not doing the things that I desire to do. ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ നിന്ന് പുറപ്പെടും. I am doing the very thing that I detest. അതാ പൗലോസ് കരയുന്നത്. That is why Paul the apostle is crying. പൗലോസ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, He is crying and saying, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ വേണം. I want a deliverance from the sin. ഇതാ വിടുതൽ എന്ന് പറയുന്നത്. This is deliverance. നമ്മുടെ പെന്തിക്കോസ്ത് ഭാഷയിൽ In Pentecostal language, ഏറ്റവും ഉപയോഗിക്കുന്ന വാക്കിലൊന്നാണ് വിടുതൽ. deliverance is one of the most commonly used among Pentecostals. മറ്റൊന്നാണ് ഉണർവ്, Another thing is, revival. മറ്റൊന്നാണ് അഭിഷേകം. Another thing is anointing. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, But there is one problem. ഈ വാക്കുകളൊന്നും അതിന്റെ ശരിയായ അർത്ഥത്തിലല്ല ഉപയോഗിക്കും. None of these words are used in the right meaning. വരുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലാം അഭിഷേകം എന്ന് പറയും. Where it is required and not required, everywhere you say it is anointing. ആത്മസ്നാനം എന്തോ അഭിഷേകം എന്തോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പറയും. Baptism of the Holy Spirit, anointing the Holy Spirit, you don't know the meaning. ഇതെല്ലാം രണ്ടാ. These are all different things. അതുപോലെ വേദപുസ്തകം വിടുതൽ എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ ഈ വിടുതൽ എന്ന് പറയുന്നത്. When we talk about deliverance, it is not the deliverance that is spoken in the നമ്മുടെ word of God. പ്രയോറിറ്റി എല്ലാം മാറിയിരിക്കുക. Our priorities have all changed. വേദപുസ്തകത്തിൽ വിടുതലിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നിലവിളി പൗലോസിന്റെ നിലവിളിയാണ്. The greatest of the cry for deliverance from sin is the cry of അത് രോഗം മാറാനുള്ള നിലവിളിയല്ല, that is not a cry for deliverance അത് from കടഭാരം sickness. മാറാനുള്ള നിലവിളിയല്ല, That is not for deliverance from അത് burdens. ജോലി കിട്ടാൻ വേണ്ടിയുള്ള നിലവിളിയല്ല. That is not for a cry for getting a job. നമ്മുടെ നിലവിളിയെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക്. We always cry aloud for these kind of worldly material things. നമ്മൾ വിടുതൽ എന്ന വാക്ക് ഭൗതികതയോട് ചേർത്താണ് പറയുന്നത്. When we talk about deliverance, we attach to things of this world. എന്നാൽ പൗലോസിന്റെ വിടുതൽ ഭൗതികമല്ല. But the deliverance of Paul is not of this world. പൗലോസിന്റെ വിടുതൽ ഒരു ആത്മീയ വിടുതൽ. His deliverance, he is talking about a deliverance in a spiritual sense. പൗലോസ് ചോദിക്കുന്ന എന്നെ ആരെ വിടുവിക്കും? Paul the apostle is asking, who is delivering me from the body of death? ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ആ ബന്ധനത്തിൽ തന്നെ ആര് വിടുവിക്കും? From the tendency to commit sin that I don't want to do, who is going to deliver me? പാപത്തിൽ നിന്ന് തന്നെ ആര് വിടുവിക്കും? Who is going to deliver me from the body of death and sin? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, Tonight let me tell you, നമുക്ക് വേണ്ടി ഏറ്റവും വലിയ വിടുതൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള the വിടുതലാണ്. greatest of the deliverance that we need to have is a deliverance from sin, from the bondage of sin. പാപത്തിന്റെ അധീനതയിൽ നിന്നുള്ള വിടുതലാണ് We വേണ്ടത്. have to have a deliverance from the fact that we are slaves to sin. ശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വിടുതലാണ് We വേണ്ടത്. have to have a deliverance to have a holy life. എന്നാൽ അതിനുവേണ്ടി ആരും നിലവിളിക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. But these days I never see anyone crying for a holy life. നമ്മുടെ യോഗങ്ങൾ കൊണ്ട് സാധിക്കേണ്ട കാര്യം സാധിക്കുന്നു എന്ന് എനിക്ക് വലിയ സംശയമാണ്. I doubt that whether through our meetings we accomplish things that we want to accomplish. നമ്മുടെ ആരാധന കൊണ്ട് സാധിക്കേണ്ട കാര്യമാണോ സാധിക്കുന്നതെന്ന് എനിക്ക് ന്യായമായ I സംശയമാണ്. have all the doubts that through our worship
are we accomplishing things that we need to accomplish? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാധനയെ കുറിച്ച് കഴിഞ്ഞ രാത്രി ഞാൻ ദിവസം മറ്റൊരിടത്ത് ഞാൻ പറഞ്ഞു. The other day I spoke about the kind of worship that I like so much. അത് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലെ ആരാധനയാണ്. Oh, it is the worship that is mentioned in the book of Isaiah. അവിടെ യെശയ്യാവ് ആരാധനയെ വർണ്ണിക്കുമ്പോൾ when Isaiah is giving a description about worship, കാര്യങ്ങൾ പറയുന്നുണ്ട്. he says so many things. ആലയത്തിന്റെ ഉമ്മരപ്പടി കുലുങ്ങിയ കാര്യം പറയുന്നു. Oh, we see the doorpost of the temple has